ആദർശിന്റെയും നയനയുടെയും നാളത്തെ എപ്പിസോഡിന്റെ പ്രോമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയെ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് വേണ്ടിയിട്ട് ആദർശ് കൊണ്ടുപോകാൻ കേട്ടോ. ഈ ഒരു സമയത്ത് ഈ ഒരു കാഴ്ച നമ്മുടെ വേണു കാണുന്നുണ്ട്. അങ്ങനെ വേണു വന്നിട്ട് അനാമികയുടെ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയാണ്. അനാമിക കേട്ട പാതി കേൾക്കാതെ പാതി ഓടി വന്നിട്ട് ദേവിയോട് പറയുന്നുണ്ട്, അമ്മേ നയനേനെയും ആദർശേട്ടനെയും കൂടി ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛൻ കണ്ടു എന്നാ പറയണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ ചോദിക്കാണ്, അല്ല അവളെന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെ ദേവ്യാനി പറയാണ്, ഒരുപക്ഷെ അവൾ ഗർഭിണിയായിരിക്കും. ഇതിനു മുമ്പേ തന്നെ അവര് എന്നോട് നമ്മൾ അറിയാതെ അവരവരുടെ ഇതൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ കാര്യം ആദർശ് അറിയാൻ കേട്ടോ. അങ്ങനെ ആദർശും നയനയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ആദർശിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദർശ് നയനോട് പറയാണ്, ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് അമ്മ ചോദിച്ചത്, നീ ഗർഭിണിയാണോ എന്ന്. അതുകൊണ്ടാണോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നേന്നാണ് അമ്മ ചോദിക്കുന്നേ എന്ന് ആദർശ് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനി ജയനോട് പറയാണ്, അനാമിക മോളെ പോലെ നല്ലൊരു മരുമകളെയാ ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ ദൈവം എനിക്ക് തന്നതോ അവളെ പോലെ ഒരുത്തിയ എന്നൊക്കെ പറയുമ്പോഴേക്കും ജയൻ പറയാണ്, പിൽക്കാലത്ത് നിനക്കിത് മാറ്റി പറയേണ്ടി വരും. അപ്പോഴേക്കും നീ ഒരുപാട് പശ്ചാത്തപിക്കണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നീ നിന്റെ മരുമകളെ സ്നേഹിച്ചു തുടങ്ങിക്കോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന നവ്യാണെങ്കിൽ അബിയെയും ഫോളോ ചെയ്തുകൊണ്ട് അവന്റെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. കാരണം ഒറ്റ ഇരിക്കാന്ന് അബി പറയുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നവ്യ പിന്നാലെ പോണത്. ഒറ്റയ്ക്കിരിക്കല്ല കേട്ടോ, ഒരിക്കലിരിക്കാന്നൊരു ചടങ്ങാണ്, അതിനു വേണ്ടിയിട്ടാണ് പിന്നാലെ പോകുന്നത്. ആ സമയത്ത് അബി നോൺ വെജ് ഹോട്ടലിൽ കയറുന്ന കഴിക്കുന്ന കാഴ്ച നവ്യ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ അത് ഫോണിൽ വീഡിയോ ആക്കി എടുക്കുന്നുണ്ട്. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് റിവ്യൂ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.